നമസ്കാരം. നമ്മുടെ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് മലമ്പുഴ നിയോജക മണ്ഡലത്തിലാണ്. അവിടെ എൻ ഡിയുടെ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം. ഒട്ടേറെ സാധ്യതകളുള്ള ഒരു മണ്ണാണ്. പ്രത്യേകിച്ച് ഒരു തവണ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്തിട്ടുള്ള ഒരു മണ്ണാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ ഒരു ആദ്യത്തെ റെസ്പോൺസ്? ജനങ്ങളെ സംബന്ധിച്ചോളം കഴിഞ്ഞ 6 പതിറ്റാണ്ടായിട്ട് ഇടതുപക്ഷത്തിന്റെ MLA-മാർ വിജയിച്ച മണ്ഡലമാണ്. അതും സാധാരണക്കാരായ ആളുകളല്ല ഇവിടെ വിജയിച്ചിട്ടുള്ളത്. 2 മുഖ്യമന്ത്രിമാരെ കേരളത്തിന് സമ്മാനിക്കാൻ കഴിഞ്ഞ വോട്ടർമാരാണ്. അതുപോലെ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി, പ്രതിപക്ഷ നേതാവ്, അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ജയിച്ചുപോയ മണ്ഡലമായിട്ടും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ പോലും ഇവിടെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. കുടിവെള്ളം പോലും കൃത്യമായിട്ട് ലഭിക്കാത്ത നിരവധി പഞ്ചായത്തുകളുള്ള നിയോജക മണ്ഡലമാണ് മലമ്പുഴ. ഇന്നും മലമ്പുഴ ഡാമിന്റെ പേരിലാണ് ആ മണ്ഡലം അറിയപ്പെടുന്നത്. പാലക്കാട് ജില്ലയിലെ 30ഓളം പഞ്ചായത്തുകൾക്ക് കുടിവെള്ള സ്രോതസ്സാണ് പാലക്കാട് നഗരസഭയടക്കം. പക്ഷേ ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ആവശ്യത്തിനുള്ള കുടിവെള്ളം പോലും ലഭ്യമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് കുടിവെള്ളം ഒരു ഉദാഹരണം മാത്രമാണ്. ഇതുപോലെ നിരവധി വികസന പ്രശ്നങ്ങൾ ഉള്ള ഒരു നിയോജക മണ്ഡലമാണ്. ഉദ്ഘാടനം നിർവഹിച്ച് തറക്കല്ലിട്ട പദ്ധതികൾ 2-3 പതിറ്റാണ്ടായിട്ട് പൂർത്തിയാക്കപ്പെടാതെ കിടക്കുന്ന നിയോജക മണ്ഡലമാണ്. അകത്തേത്ര നടക്കാവ് മേൽപ്പാലം 12ഓളം ജീവനുകൾ നഷ്ടപ്പെട്ട ഒരു പ്രദേശമാണ്. അവിടെ ആ മേൽപ്പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ട് 8 മാസമായി. കഴിഞ്ഞ പ്രളയത്തിൽ 2018 തകർന്ന വാരണിയിലെ പാലം ഇനിയും അത് പുതുക്കി പണിതിട്ടില്ല. അങ്ങനെ നിരവധി വികസന പ്രശ്നങ്ങൾ ഈ നിയോജക മണ്ഡലത്തിലുണ്ട്. ആ വികസന പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അത് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് അത് യാഥാർത്ഥ്യമാണ്, അത് ശരിയാണെന്നുള്ള ബോധ്യം അവർക്കുണ്ട്. കാരണം അവരുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. അത് ജനങ്ങളുടെ ഇടയിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ 16-ലും 21-ലും ഞങ്ങൾ ഉയർത്തിയ ഈ അതേ വികസന പ്രശ്നങ്ങൾ ഇന്നും പരിഹരിക്കപ്പെടാതെ കിടക്കുക. ഈ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കുടിവെള്ള പ്രശ്നം വലിയ തരത്തിലുള്ള ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ വരൾച്ച തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ, ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ കുടിവെള്ള പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. ഈ ജൽജീവൻ മിഷന്റെ പ്രൊജക്റ്റ് അടക്കമുള്ള പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകളെല്ലാം ഈ മണ്ഡലത്തിൽ നടപ്പാക്കുന്നതിൽ നിലവിലെ MLA ഭരണകൂടം പരാജയപ്പെട്ടെന്ന് തന്നെയാണോ BJP ആരോപിക്കുന്നത്? 100% MLA-ക്ക് പറയാൻ കഴിയുമോ? കോടിക്കണക്കിന് രൂപ കേന്ദ്ര ഗവൺമെന്റ് ജൽജീവൻ മിഷൻ പദ്ധതിയിൽ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ, 8 പഞ്ചായത്തുകളുണ്ട്, ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഞങ്ങൾ 100% വീടുകളിലും ഈ കുടിവെള്ളം എത്തിച്ചു എന്ന് പറയാൻ അവർക്ക് സാധിക്കില്ല. പാതി വഴിയിലാണ്. വാട്ടർ ടാങ്കുകൾ കെട്ടിയിട്ടുണ്ട്. ആ വാട്ടർ ടാങ്കുകൾക്ക് ആവശ്യമായിട്ടുള്ള സോഴ്സ് അല്ലെങ്കിൽ വെള്ളം അവിടെ എത്തിക്കാനുള്ള പദ്ധതിയില്ല. ഇനി വാട്ടർ ടാങ്കിലേക്ക് പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ടെങ്കിൽ കുടിവെള്ളം എത്തിക്കാൻ, വീടുകളിൽ കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതി പാതി വഴിയിലാണ്. അങ്ങനെ കഴിഞ്ഞ 6 വർഷമായിട്ട് തുടങ്ങിയ ജൽജീവൻ മിഷൻ പദ്ധതി ഇന്നും പാതി വഴിയിലാണ്. പകുതിയിലധികം വീടുകളിൽ ഇന്നും ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതി മലമ്പുഴയിലില്ല, മലമ്പുഴ നിയോജക മണ്ഡലത്തിലില്ല. MLA-യുടെ വികസന രേഖ പരിശോധിച്ച് നോക്കിയാൽ തന്നെ അറിയാൻ കഴിയും. 20,000-ത്തിലധികം വീടുകളിൽ ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം എത്തിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വേസ്റ്റ് മാനേജ്മെന്റാണ്. ആ വേസ്റ്റ് മാനേജ്മെന്റിന് ഒട്ടേറെ കേന്ദ്ര പദ്ധതികൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ദേശീയപാതയുടെ വികസനം എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നതാണ്. മറ്റ് ഈ MLA-യുടേത് എന്ന രീതിയിൽ, അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെത് രീതിയിൽ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് കാണാൻ കിട്ടുമോ? മലമ്പുഴക്കാരെ സംബന്ധിച്ചോളം അവർ വികസനം എന്താണെന്ന് അറിഞ്ഞതെന്ന് നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷമാണ്. ആദ്യത്തെ മോദി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് കഞ്ചിക്കോട് IIT പ്രഖ്യാപിക്കുന്നത്. അന്നത്തെ പാലക്കാടിന്റെ MP ആയിരുന്ന ശ്രീ MP രാജേഷ് ലോകസഭയിൽ ആവശ്യപ്പെടുക പോലും ചെയ്യാതെയാണ് കേന്ദ്ര ഗവൺമെന്റ് അന്ന് IIT നൽകുന്നത്. പിന്നീട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി, ഇൻഡസ്ട്രിയൽ കോറിഡോറിന്റെ ഭാഗമായിട്ട് 3500 കോടി രൂപയുടെ വികസനമാണ് വരുന്നത്. ഒരു കാലത്ത് കഞ്ചിക്കോട് വ്യവസായ മേഖല തകർന്ന് കിടന്ന് എല്ലാവർക്കും പ്രതീക്ഷ നഷ്ടപ്പെട്ട കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ മേഖല വീണ്ടും പൂർവാധികം ശക്തിയായിട്ട് ഈ ഇൻഡസ്ട്രിയൽ കോറിഡോറിന്റെ ഭാഗമായിട്ട് തിരിച്ചു വരികയാണ്. 50,000-ത്തിലധികം ആളുകൾക്ക് പ്രത്യക്ഷമായിട്ട്, അതിൽ എത്രയോ ഇരട്ടി ആളുകൾക്ക് പരോക്ഷമായിട്ട് ജോലി സാഹചര്യമുള്ള പദ്ധതിയാണ്. അത് കൃത്യമായിട്ട് നടപ്പാക്കപ്പെട്ടാൽ പാലക്കാട്ടിലെ, കേരളത്തിലെ യുവാക്കൾക്ക് അന്യ സംസ്ഥാനങ്ങൾക്ക് ജോലി അന്വേഷിച്ച് പോകേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ ഈ വളയാർ മുതൽ വടക്കഞ്ചേരി വരെയുള്ള ദേശീയപാതയുടെ വികസനം പൂർത്തീകരിക്കപ്പെടുന്നത് മോദി സർക്കാർ വന്ന ശേഷമാണ്. 2004-ൽ അടൽജി സർക്കാർ പോയ ശേഷം ഇത് പാതി വഴിയിൽ കിടക്കുകയായിരുന്നു. വീണ്ടും അത് പൂർത്തീകരിക്കപ്പെടുന്നത് മോദി സർക്കാർ വന്നിട്ടാണ്. പാലക്കാട് മുതൽ കോഴിക്കോട് വരെ ഇപ്പോൾ ഗ്രീൻഫീൽഡ് ഹൈവേ വരാൻ പോവുക. അതും ഈ മണ്ഡലത്തിലാണ്. ഭൂരിഭാഗ പ്രദേശങ്ങളിൽ, ഈ മണ്ഡലത്തിലെ പ്രദേശങ്ങളിൽ കൂടിയാണ് ഗ്രീൻഫീൽഡ് ഹൈവേ പോകുന്നത്. 10,000 കോടി രൂപയുടെ പദ്ധതിയാണ്. അങ്ങനെ കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഏരിയയുള്ള ഫുഡ് പാർക്ക്,
അവിടെ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി ഫുഡ് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ പാലക്കാട് ഒരു കാർഷിക ജില്ലയാണ്. അതിനെ സഹായിക്കുന്ന തരത്തിലുള്ള ഫുഡ് പ്രോസസ്സിംഗ് കോംപ്ലക്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്കറിയാം മോദി സർക്കാരാണ് ഇവിടുന്ന് ഒരു MLA പോലും ഇല്ലാതെ, ഇവിടുന്ന് ഒരു MP പോലും ഇല്ലാതെ മലമ്പുഴയ്ക്കായിട്ട് ഇത്രയേറെ പദ്ധതികൾ നോക്കും. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് ഇവിടെ ഒരു MLA ഉണ്ടായാൽ മോദി സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണ എന്തായിരിക്കും, ഇവിടെ എത്രയേറെ ഇതിലും കൂടുതൽ എത്രയോ ഇരട്ടി പ്രൊജക്ടുകൾ കൊണ്ടുവരാൻ കഴിയുന്നുള്ളൂ. ഇപ്പോൾ ഏറ്റവും അവസാനം ഭാരതീയ ജനതാ പാർട്ടി പിടിച്ചെടുത്ത പഞ്ചായത്താണ് അകത്തേത്തറ പഞ്ചായത്ത്. പഞ്ചായത്ത് ഭരണസമിതി അധികാരമേറ്റ് ഒരു മാസം കഴിയുമ്പോഴേക്കും PT ഉഷ MP ആ അകത്തേത്തറ പഞ്ചായത്തിനെ ഇപ്പൊ ദത്തെടുത്തിരിക്കുക. പ്രധാനമന്ത്രിയുടെ സൻസദ് ആദർശ് ഗ്രാം പദ്ധതി പ്രകാരം ദത്തെടുത്തിരിക്കുകയാണ്. ഒരു വർഷത്തിനുള്ളിൽ അവിടുത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കപ്പെടും. അവിടുത്തെ റോഡുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ പരിഹാരം ഉണ്ടാവും. അപ്പോൾ BJP വന്നാൽ വികസനം വരും, NDA വന്നാൽ വികസനം വരും എന്നുള്ളതിനെ സംബന്ധിച്ച് നിരവധി ഉദാഹരണങ്ങൾ മലമ്പുഴയിലെ ജനങ്ങളുടെ മുന്നിലുണ്ട്. അതന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വളരെ വർഷങ്ങളായി തന്നെ താങ്കൾ ഈ മലമ്പുഴ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള പരിചയപ്പെടുത്തലും ഒരു 1-2 തലമുറയ്ക്ക് പോലും ആവശ്യമില്ല എന്ന തരത്തിലാണ്. ന്യൂജൻ കുട്ടികൾക്ക് മുതൽ മുതിർന്ന ആൾക്ക് വരെ താങ്കളെ വളരെ പരിചിതമാണ്. ആ പരിചിതമായിട്ടുള്ള ഒരു സാഹചര്യം അത് കൃത്യമായി വോട്ടായി മാറുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് പ്രവർത്തകരും താങ്കളും, അല്ലേ? തീർച്ചയായിട്ടും. കാരണം അവരെ സംബന്ധിച്ചോളം ഒരു പരാജയപ്പെട്ട ഒരു വ്യക്തി കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടും 16 ഞാൻ പരാജയപ്പെട്ടു, 2ാം സ്ഥാനത്തെത്തി. ജനങ്ങൾ വലിയ പിന്തുണ നൽകി. BJP 2700 വോട്ടിൽ നിന്ന് 46,000 വോട്ടിലേക്ക് എത്തി 2ാം സ്ഥാനത്ത് വന്നു. 2021 2ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷക്കാലവും മലമ്പുഴയിലെ ജനങ്ങൾക്കൊപ്പം അവരുടെ ജനകീയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരുടെ എല്ലാ സുഖദുഃഖങ്ങളിലും പങ്കുചേർന്നുകൊണ്ട് ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് അവർക്കറിയാം ഒരു പരാജയപ്പെട്ട വ്യക്തി ഇത്രയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത് അവർക്ക് 100% ഉറപ്പാണ്. അവരുടെ ഒരു സഹോദരനെ പോലെ, അവരുടെ മുതിർന്ന ആളുകൾ അവരുടെ ഒരു മകനെ പോലെ, മറ്റുള്ളവർ അവരുടെ കൂടപ്പുറപ്പിനെ പോലെയാണ് എന്നെ കാണുന്നത്. അതുതന്നെയാണ് പ്രതീക്ഷ. തീർച്ചയായും കഴിഞ്ഞ 10 വർഷമായി മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ BJPയുടെ വോട്ട് നില വലിയ തരത്തിൽ വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ വിജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ ഈ മലമ്പുഴ മണ്ഡലത്തിൽ നിന്ന് BJPയും NDAയും പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മലമ്പുഴ മണ്ഡലത്തിൽ നിന്നും ക്യാമറമാൻ ആദിത്യരാജിനോടൊപ്പം അർജുൻ സി.